ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GTA 6 റിലീസ് ആവുകയാണെങ്കിൽ അതിന് വേണ്ട സിസ്റ്റം റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നാണ്. സിസ്റ്റം റിക്വയർമെന്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗെയിം റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ പറയുന്ന സ്പെസിഫിക്കേഷൻസ് എല്ലാം എക്സ്പെക്റ്റഡ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഈ ഗെയിം 2025 റിലീസ് ആകാൻ പോകുന്ന കൺസോൾസിനാണ്, അതായത് PS5, Xboxനൊക്കെയാണ്. PC-ക്ക് ഇത് ആ വർഷം വരത്തില്ല. PS5 ആയാലും Xbox ആയാലും അതിനൊരു സെയിം ഹാർഡ്വെയർ ആയിരിക്കും. അതായത് ഇപ്പോൾ എല്ലാ PS5 മോഡൽസിനും ഒരേ ഹാർഡ്വെയറും സ്പെസിഫിക്കേഷൻസും ആയിരിക്കും. അതേപോലെ തന്നെ Xboxൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ പുതിയ Xboxൻ്റെ എല്ലാ കൺസോൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരേ ഹാർഡ്വെയറും സിസ്റ്റം സ്പെക്കും ആയിരിക്കും. അതുകൊണ്ട് അതിനായിട്ട് ഗെയിം ഇറക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. അവർക്ക് ഓരോ സെറ്റ് ഓഫ് സ്പെസിഫിക്കേഷന് മാത്രം ഗെയിം ഒപ്റ്റിമൈസ് ചെയ്താൽ മതി. ഒപ്റ്റിമൈസ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഒരു പ്രൊസസ്സർ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡിന് വേണ്ടിയിട്ട് അതിൽ റൺ ചെയ്യാൻ വേണ്ടി ഗെയിം ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഗെയിം ആ ഒരു ഹാർഡ്വെയറിന് വേണ്ടി മാത്രം റൺ ചെയ്യാൻ ഉള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ PC-യിലോട്ട് വരുമ്പോഴത്തേക്ക് ലോകത്തുള്ള എല്ലാവർക്കും ഒരേ സ്പെക്കിലുള്ള PC ആയിരിക്കത്തില്ല, പലർക്കും പല സ്പെക്കിലായിരിക്കും. ലാപ്ടോപ്സ് കാണും, ആൻഡ് ഈവൻ ആളുകൾ ലാപ്ടോപ്സിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ടാവും. അപ്പോൾ PC-ക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി പാടാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടി സമയം വേണം. അപ്പോൾ കൺസോളിൽ എളുപ്പത്തിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് ഇറക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ ഫസ്റ്റ് ഗെയിം കൺസോൾസിന് റിലീസ് ചെയ്യുന്നത്, അതിന് ശേഷമേ PC-യിൽ വരത്തുള്ളൂ. PC-യിൽ വരാൻ എന്തായാലും 1 to 2 years ആവും. നമ്മുടെ GTA 5ൻ്റെ കാര്യം ആലോചിക്കണമെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2013 ഇത് കൺസോൾസിന് റിലീസായിട്ട്. ഞാൻ 8ാം ക്ലാസ്സിലോ മറ്റും പഠിക്കുമ്പോഴാണ് ഇത് PC-ക്ക് വേണ്ടിയിട്ട് റിലീസാവുന്നത്. അത് ഭയങ്കര ഒരു ടോക്കായിരുന്നു സ്കൂളിലായാലും എല്ലായിടത്തും അല്ല. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം ഗെയിം റിലീസാകാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന സ്പെസിഫിക്കേഷൻസ് എല്ലാം ജസ്റ്റ് പ്രഡിക്ഷൻസ് ആണ്. നമ്മുടെ റോക്സ്റ്റാർ ഒഫീഷ്യലി പുറത്തുവിട്ട കാര്യങ്ങളൊന്നുമല്ല. കറക്റ്റ് സ്പെസിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഗെയിം ഇറങ്ങുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അതിൻ്റെ സ്റ്റീം പേജിൽ എഴുതി കാണിക്കുന്നതാണ്. ഇപ്പം GTA 6-ന് ഒരു സ്റ്റീം പേജ് ഒന്നുമില്ല. അത് PC-യിൽ കറൻ്റ് വരുന്ന ഡേറ്റും അവൈലബിൾ അല്ല. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് 1-2 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. ചിലപ്പോൾ റോക്സ്റ്റാർ സൈക്കോ ആയിട്ട് PC-ക്ക് റിലീസ് ചെയ്യാനും ചാൻസ് ഇല്ല. ബട്ട് അത്രയ്ക്ക് എക്സ്ട്രീം ആയിട്ടൊന്നും ചിന്തിക്കേണ്ട, അവരെന്തായാലും റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം GTA 6 മീൻസ് മണിയാണ്. സോ കൺസോൾ ഗെയിമേഴ്സ് മാത്രമല്ല, PC ഗെയിമേഴ്സ് ഈ ഗെയിം ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് GTA 6 നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് GTA 6 നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് ആണ്. ഈ ഒരു റിക്വയർമെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് ഗെയിം ഓക്കേഷായിട്ട് റൺ ചെയ്യാം. ഭയങ്കര സ്മൂത്തായിട്ടൊന്നും റൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അതൊന്ന് കാണാം ഗെയിം ഇങ്ങനെ പോകും. ചിലപ്പോൾ ഒരു സ്ലൈഡ് ഷോ ആയിരിക്കും, ഫ്രെയിം റേറ്റ് ഒക്കെ പറയാതിരിക്കുന്നതായിരിക്കും കണക്ക്. ചിലപ്പോൾ ഒരു 25 to 30 FPS നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു റിക്വയർമെൻറ്റ്സ് ആണിത്. സോ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ ഇൻ്റലിൻ്റെ i7 8th Gen തന്നെ വേണം. പിന്നെ വരുന്നത് AMDയുടെ Ryzen 5 3600 പ്രൊസസ്സർ, അതായത് ഇൻ്റൽ i7 8th Genൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗെയിം റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റാമാണ്. 16 GB റാം തന്നെ വേണോ എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഉള്ള മിക്ക ഗെയിംസിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. ഞാനൊക്കെ ഈ ലാപ്ടോപ്പ് എടുക്കുന്ന ടൈമിൽ ഗെയിംസ് കളിക്കാനുള്ള റാമിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് 6 to 8 ആണ്. ഇപ്പോൾ അത് 16 ആയിട്ടുണ്ട്. ഇനി 2 വർഷം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഇനിയും റാമിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിനിമം 32 ആവാനുള്ള ചാൻസും കൂടെ ഞാൻ കാണുന്നുണ്ട്. ബട്ട് അപ്പോൾ ഗെയിം ഇറങ്ങുന്നത് എന്തായാലും 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴത്തേക്ക് റാം റിക്വയർമെൻറ്റ് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഈ ലാപ്ടോപ്പ് എടുക്കുന്നത് 2021 ആ സമയത്ത് ഗെയിംസ് കളിക്കാൻ 8 GB മതിയായിരുന്നു. പിന്നെ ഒരു 2024, അതായത് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ അതിൻ്റെ റിക്വയർമെൻറ്റ് 16 GB ആയിട്ടുണ്ടാവും. അപ്പോൾ GTA 6 ഇറങ്ങുകയാണെങ്കിൽ മിനിമം റാം റിക്വയർമെൻറ്റ് 60 GB മേളിലാവാനും ചാൻസ് ഉണ്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ NVIDIAയുടെ GTX 1080 Ti അല്ലെങ്കിൽ AMDയുടെ RX 5700 XT എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡിൻ്റെ മോഡലിനുപരി നമുക്ക് VRAM കൂടെ അറിയേണ്ട ചാൻസ് ഉണ്ട്. അതായത് ഗ്രാഫിക്സ് കാർഡിന് ഒരു റാം പോലത്തെ ഒരു മെമ്മറി ഉണ്ട്. അത് ഒരുപാട് മാറ്റർ ചെയ്യുന്നുണ്ട് ഗെയിം വരുമ്പോഴത്തേക്കും. അത് നിങ്ങളിപ്പോൾ ഒരു ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നത് അത് ഫ്യൂച്ചർ പ്രൂഫ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടിയ VRAM ഉള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന AAA ഗെയിംസ് എല്ലാം റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത് മിനിമം 8 GB VRAM ആണ്. ഈ 2 മോഡലിൽ 8 GB VRAMs വരുന്നുണ്ട്. GTA 6ൻ്റെ മിനിമം റിക്വയർമെൻറ്റ് 8 GB VRAM ആയിരിക്കാം. അത് വേരി ചെയ്യാം. കാരണം ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുക്കുന്ന ടൈമിൽ 4 GB VRAM ആയിരുന്നു മിനിമം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് 6 GB ആയി, ഇപ്പോൾ 8 GB ആയി വന്നിട്ടുണ്ട്. അത് ഒരു 3 years ഗ്യാപ്പിൻ്റെ അകത്താണ്. അപ്പോൾ ഗെയിം എന്തായാലും വരാൻ പോകുന്നത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ്. നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ റാം പോലെ ഗ്രാഫിക്സ് കാർഡിൻ്റെ VRAMും കൂടാൻ ചാൻസ് ഉണ്ട്. അടുത്ത നോക്കുന്നത്
സ്പേസ് ആണ്. റോക്സ്റ്റാർ അവസാനമായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു മേജർ ടൈറ്റിലാണ് RDR 2. അത് തന്നെ ഏകദേശം 120 to 140 GB അടുപ്പിച്ചുണ്ട് ഗെയിം. അപ്പോൾ GTA 6ൻ്റെ കാര്യം പറയണ്ടല്ലോ. എനിക്ക് തോന്നുന്നു 200 to 250 GB വരെ സ്പേസ് എടുക്കുമെന്നാണ് തോന്നുന്നത് ഈ ഗെയിം. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം SSD വേണം. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. HDD വെച്ചിട്ട് ഈ ഗെയിം നിങ്ങൾ ഓട്ടിക്കാൻ നോക്കേണ്ട ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ എന്തായാലും SSD വേണം. സോ ഇതാണ് മിനിമം റിക്വയർമെൻറ്റ്സ് GT6 കളിക്കാനുള്ളത്. ഇതാണ് GT6 കളിക്കാനുള്ള മിനിമം റിക്വയർമെൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമൊന്നും നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഗെയിം അങ്ങ് ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കേഷായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത്രയും സ്പെക്ക് വെച്ച് GT6 റൺ ചെയ്യാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് GT6 നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് ആണ് വേണ്ടതെന്നാണ്. സോ ഫസ്റ്റ് പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റലിൻ്റെ i9 13th Gen തന്നെ വേണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ AMDയുടെ പ്രൊസസ്സറാണെങ്കിൽ അതിൻ്റെ AMD Ryzen 7 5800Xൻ്റെ പ്രൊസസ്സർ തന്നെ മതിയായിരിക്കും. നെക്സ്റ്റ് സെഗ്മെൻറ്റ് RAM ആണ്. മിനിമം റിക്വയർമെൻറ്റ്സിൻ്റെ സെഗ്മെൻറ്റിൽ നോക്കിയപ്പോൾ RAM മിനിമം 16 GB വേണമെന്നാണ് പറയുന്നത്. ഇവിടെ അത് 32 GB ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് 32 GB RAM ഉണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടും. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്ത പ്രൊസസ്സേഴ്സും അതേസമയം 16 GB RAM ആണുള്ളത് നിങ്ങളുടെ ഗെയിം കുറച്ച് സ്ട്രഗിൾ ചെയ്യും. അതേസമയം 32 GB ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ഈ ഗെയിം തരും. 32 GB ആണ് നിങ്ങൾക്ക് ഗെയിം നല്ലതുപോലെ സ്മൂത്ത്ലി റൺ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന RAM. സോ അടുത്തത് മെയിനായിട്ട് നോക്കുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് ഏത് വേണമെന്നാണ്. ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് ഈ ഗെയിം സ്മൂത്തായിട്ട് റൺ ചെയ്യാനുള്ള ഗ്രാഫിക്സ് കാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ RTX 3080 തന്നെ വേണം. അതേപോലെ നിങ്ങളുടെ കയ്യിൽ AMDയുടെ ഗ്രാഫിക്സ് കാർഡാണുള്ളതെങ്കിൽ AMD RX 7900XT തന്നെ വേണം. സോ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു 12 GB വേരിയൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് കാർഡുകളാണ്. അപ്പം ഈ ഒരു റിക്വയർമെൻറ്റ്സ് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 12 GB വേണം. സോ ഗെയിം നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 12 GB വേണം. മിനിമം റിക്വയർമെൻ്റ് ആണ് 8 GB. 8 GB നിങ്ങൾക്ക് വളരെ ലോ സെറ്റിങ്സിൽ ഗെയിം ഒന്ന് കളിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഹൈ ടു മീഡിയം സെറ്റിങ്സിൽ കളിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ മെമ്മറിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സെഗ്മെൻറ്റും സെയിം ആണ്. നിങ്ങൾക്ക് SSD വേണം. 200 to 250 GB വരെ ഈ ഗെയിമിൻ്റെ സൈസ് പോകും. സോ അടുത്ത സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് GTA 5 4K സെറ്റിങ്സിൽ കളിക്കാൻ പറ്റുന്ന സ്പെസിഫിക്കേഷൻസ് ആണ്. ബേസിക്കലി ഈ ഒരു സ്പെസിഫിക്കേഷൻ ഉള്ളവർ നിങ്ങൾ KSCBക്ക് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ പകുതി മാസം കൊടുക്കുന്നുണ്ടായിരിക്കും. കാരണം അത്രയ്ക്ക് ജാക്ഡ് ആയിട്ടുള്ള സ്പെക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി കൺസംഷനും ഉണ്ട്. സോ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഹൈ എൻഡ് പ്രൊസസ്സർ തന്നെ വേണം. ഇവിടെ ഗ്രാഫിക് കാർഡിലാണ് ചെറിയൊരു ചേഞ്ച് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലിൻ്റെ i9 13th Gen തന്നെ വേണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ റൈസൻ്റെ പ്രൊസസ്സറാണുള്ളതെങ്കിൽ Ryzen 9 7950Xൻ്റെ പ്രൊസസ്സർ തന്നെ വേണം. സോ ഗ്രാഫിക് കാർഡിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരാൻ പോകുന്നത്. അതായത് RTXൻ്റെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ തന്നെ വേണം. RTX 4090 തന്നെ വേണം. അതേപോലെ AMDയുടെ ഗ്രാഫിക്സ് കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ AMD RX 7090XTXൻ്റെ കാർഡ് തന്നെ നിങ്ങളുടെ കയ്യിൽ വേണം. സോ അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് 4K ഗെയിമിങ് ചെയ്യാൻ പറ്റും. പിന്നെ RAM 32 GB മതി. 32 GB വെച്ച് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും. ഗെയിമിൽ നിങ്ങൾക്ക് 4K ഗ്രാഫിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഗ്രാഫിക്സ് കാർഡിലായിരിക്കും കൂടുതൽ അപ്ഗ്രേഡേഷൻ വരുന്നത്. പിന്നെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഗ്രാഫിക്സ് കാർഡിൻ്റെ VRAM ഇവിടെ 16 GB ആയിരിക്കും. മാക്സിമത്തിൽ നിങ്ങൾക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയായിരിക്കും. സോ GT6 കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം PC എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിലുള്ള PC ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു മീഡിയം പ്രൊസസ്സറാണ് നിങ്ങൾ എടുക്കുമെങ്കിലും കുറച്ചുകൂടെ VRAM ഉള്ള ഗ്രാഫിക്സ് കാർഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും പറയും ഇനിയിപ്പോൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ ടെക്നോളജി എല്ലാം മാറണം, DLSS AI ഫ്രെയിം ജനറേഷൻ ആയിരിക്കും ഇനി അങ്ങോട്ട് VRAM ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. അതിനി ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. നമുക്ക് ഇപ്പോൾ എന്തായാലും VRAM അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കി തന്നെ നിങ്ങൾ PC വാങ്ങിക്കുക. സോ ലാപ്ടോപ്പിൻ്റെ സ്പെക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ PC ഗെയിമിങ്ങിൻ്റെ എന്തെങ്കിലും സെക്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചോദിക്കാം. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് കാര്യങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാനത് വീഡിയോ ഇട്ട് ചെയ്യുന്നതായിരിക്കും. സോ GT6 നിങ്ങൾക്ക് നല്ലതുപോലെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ RTX കാർഡ് തന്നെ വേണം. RTX കാർഡുള്ളവർക്ക് GT6 കളിക്കാം. ഇല്ലാത്തവർക്ക് പൈസ സേവ് ചെയ്ത് തുടങ്ങാം. പൈസ സേവ് ചെയ്യാൻ ഇല്ലാത്തവർക്ക് കിഡ്നി വിൽക്കാം. അത്രയുള്ള ഒരു ഓപ്ഷൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.